അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘം വീണ്ടും വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും. ഒന്നാം പ്രതി ഡോക്ടർ എം കെ റാമിനെതിരെ നേരത്തെ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു. ആക്ഷേപങ്ങളെല്ലാം റാം ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചിരുന്നു. നിതിന്റെ മാതാപിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ മൊഴികളും വീണ്ടും രേഖപ്പെടുത്തും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഊർജിത അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ DYSP ജീവൻ ജോർജ് നടത്തുന്നത്. ഒന്നാം പ്രതിയായ ഡോക്ടർ എം കെ റാമിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിലും പുതിയ തെളിവുകൾ ഒന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. റാമിന്റെ ഫോൺ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അധ്യാപകരായ ഡോക്ടർ എം കെ റാം, സംഗീത നമ്പ്യാർ, വാർഡൻ കമൽ എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇതിൽ ഡോക്ടർ എം കെ റാമാണ് നിലവിൽ റിമാൻഡിലുള്ളത്. കൂടുതൽ പേരെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നത് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ഡോക്ടർ എം കെ റാമിന്റെ നേതൃത്വത്തിൽ നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഉയർന്നിരുന്നത്. ജാതി അധിക്ഷേപ പരാതിയും ഉയർന്നിരുന്നു. ഈ രീതിയിൽ നിതിൻ രാജിന്റെ സഹപാഠികൾ മൊഴി നൽകുകയും ചെയ്തു. ഇതാണ് ഡോക്ടർ എം കെ റാമിന് കുരുക്കുമുറുകാൻ കാരണമായത്. എന്നാൽ തനിക്കെതിരെ ഉയർന്ന എല്ലാ ആക്ഷേപങ്ങളും തള്ളുകയാണ് ഡോക്ടർ എം കെ റാം ചെയ്തത്. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ അധ്യാപകന്റെ കടമ എന്ന നിലയിൽ ശാസിക്കുകയാണ് ഉണ്ടായതെന്നും അത് അധിക്ഷേപമായിരുന്നില്ലെന്നുമാണ് ഡോക്ടർ എം കെ റാം മൊഴി നൽകിയത്. റാമിനെ തെളിവെടുപ്പിനായി കഴിഞ്ഞ ദിവസം കോളേജിൽ എത്തിച്ചപ്പോൾ സോറി സാർ എന്ന് വിളിച്ചു പറയുന്ന വിദ്യാർത്ഥികളെയും കാണാമായിരുന്നു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ എത്തി വിദ്യാർത്ഥികളുടെ മൊഴി വീണ്ടും എടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഡോക്ടർ എം കെ റാമിനെതിരെ മൊഴി നൽകാനുണ്ടായ കാരണങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. നിതിൻ രാജിന്റെ അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.